പാർട്ടി അധ്യക്ഷൻ പറഞ്ഞാൽ മന്ത്രിസ്ഥാനം രാജിവെക്കാമെന്ന് AK ശശീന്ദ്രൻ. NCP എക്സിക്യൂട്ടീവിലാണ് ശശീന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്ന് എക്സിക്യൂട്ടീവിൽ ചോദ്യം. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും അത് വലിയ തോതിൽ നിർണായകമായ രീതിയിൽ വട്ടംവലി നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ മാറ്റം എന്നുള്ളതായിരുന്നു അന്ന് പറയുന്നതൊക്കെ. ഈ പാർട്ടി നേതൃത്വം പറയുന്നത് ഒന്നും മുഖവിലേക്ക് എടുക്കാതെ ഇരുപക്ഷവും ബലാബലം നടത്തുന്ന സമയത്തായിരുന്നു. ഇതിപ്പോ NCPയിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? NCPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. 150 അംഗ എക്സിക്യൂട്ടീവിൽ 126 പേരാണ് പങ്കെടുത്തത്. ഈ 126 പേരിൽ 123 പേരും മന്ത്രിമാറ്റം വേണം എന്നുള്ള ആവശ്യമാണ് ഉയർത്തിയത്. മാത്രമല്ല, ഇനിയും എന്തുകൊണ്ടാണ് AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യമാണ് ഈ ഭൂരിഭാഗവും ഉയർത്തിയത്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്തുകൊണ്ട് മറിച്ചൊരു തീരുമാനം വരുന്നില്ല? പാർട്ടിയുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തരുത് എന്ന് പോലും ചില ആളുകൾ എക്സിക്യൂട്ടീവിൽ അഭിപ്രായപ്പെട്ടു. അതേസമയം 3 അംഗങ്ങൾ മാത്രമാണ് പാർട്ടിക്ക് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഇല്ലാത്ത സാഹചര്യം വരുത്തരുത് എന്ന് ചൂണ്ടിക്കാട്ടിയത്. മറ്റ് എല്ലാവരും എത്രയും പെട്ടെന്ന് മന്ത്രിസ്ഥാനം ഉണ്ടാവണം. അതല്ലെങ്കിൽ മുന്നണിയോട് അക്കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിക്കണം. മുന്നണി മാറ്റം അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല. LDFിൽ തന്നെ ഉറച്ചു നിൽക്കണം. പക്ഷേ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാവണം. അതായത് വേണ്ടി വന്നാൽ നിലവിലുള്ള മന്ത്രിയായ AK ശശീന്ദ്രനെ പിൻവലിച്ചുകൊണ്ട് പോലും പ്രതിഷേധിക്കണം എന്നുള്ള ആവശ്യമാണ് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന NCP എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. അതേസമയം സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണെങ്കിൽ താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. എന്നാൽ വ്യക്തിപരമായി AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് തനിക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ അഭിപ്രായമില്ല. പക്ഷേ പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് പറഞ്ഞു മുന്നോട്ട് പോകരുത് എന്നൊരു തീരുമാനം പൊതു അഭിപ്രായമായി യോഗത്തിൽ ഉയർന്നു വന്നോ? മുഖ്യമന്ത്രി അടക്കം തീരുമാനമെടുക്കുന്നില്ല എന്നൊക്കെ. ശരത് പവാർ CPM-മായി സംസാരിക്കുമെന്ന വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ പ്രദീപ്. ശരത് പവാർ CPM ദേശീയ നേതൃത്വവുമായി സംസാരിക്കും. ശരത് പവാറിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുതരം സമ്മർദ്ദ തന്ത്രത്തിന് കൂടിയാണ് NCP സംസ്ഥാന നേതൃത്വം മുതിരുന്നത് എന്ന് പറയാം. ഇത്തരത്തിൽ പവാർ CPM ദേശീയ നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷവും കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഒന്നും പുതുതായി ഉണ്ടാകുന്നില്ല എങ്കിൽ എന്ത് വേണമെന്ന് അപ്പോൾ തീരുമാനിക്കാം എന്നൊരു നിലപാടിലാണ് NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെ പിരിഞ്ഞത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പാർട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തിന് അതിന് കീഴ്പ്പെടണം എന്നുള്ള ചോദ്യമായിരുന്നു ഇന്നലെ കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. യാതൊരു കാരണവശാലും പാർട്ടിയുടെ അസ്തിത്വം അടിയറ വയ്ക്കേണ്ടതില്ല. വേണ്ടിവന്നാൽ നിലവിലുള്ള മന്ത്രിയായ സാധാരണഗതിയിൽ ഈ ഘടകകക്ഷികളുടെയൊക്കെ തന്നെ മന്ത്രിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലോ ഒന്നും തന്നെ പാർട്ടിയോ CPM-ഓ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഇടപെടാറില്ല. പക്ഷേ ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന് എന്തായാലും NCPയിലെ ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് തോമസ് വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. പുതിയ നീക്കം അതുകൊണ്ടാണ് നടത്തുന്നത്.